Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ ഒക്ടോബർ മന്ത് റീഡിംഗ് ആണ്. ഒക്ടോബർ മാസം എന്തൊക്കെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്തൊക്കെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ്, നിങ്ങൾ പോലും അറിയാത്ത എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്കിവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഒന്ന് നിങ്ങൾ റിലാക്സ് ആയിട്ട് ഏത് പിക്ചറിനോടാണോ, നമ്പറിനേക്കാൾ കൂടുതൽ ഏത് പിക്ചറിനോടാണോ, ഏത് കളറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. Alright, let's start with group number 1. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഒക്ടോബർ മാസം നിങ്ങൾ പോലും അറിയാത്ത ചില ഹിഡൻ ചേഞ്ചസ് അല്ലെങ്കിൽ ഹിഡൻ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ മേലെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, ഫെയ്ത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ആൻഡ് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സോ കുറെ കൂടെ നിങ്ങൾ മെച്ചൂർഡ് ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റിയാലിറ്റി എന്താന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മേലെ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ മേലെ ഒരു പരമാധികാരം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു പവർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രമാത്രം സ്പെഷ്യൽ ആണ്, എത്രമാത്രം നിങ്ങൾ ഡിവൈൻ ആണ്, എത്രമാത്രം നിങ്ങൾ സ്പിരിച്വലി, കാരണം ചില ആളുകൾ വളരെ കൂടുതൽ സ്പിരിച്വലി അവേക്കൻ ആവുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രഗ്നൻസി സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു മദർഹുഡിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പാരന്റ് ആവുന്നതായിരിക്കാം. അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചില സിറ്റുവേഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പുതിയ പുതിയ എക്സ്പീരിയൻസ്, ഇതുപോലത്തെ പുതിയ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് മേജർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ പവർ എന്താന്നുള്ളത് ഹൈലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങള്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ടും വളരെ ഒരു ഫ്ലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒക്ടോബർ മന്തിലാണ്. ഓക്കെ, ഒക്ടോബർ മന്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഒക്ടോബർ മന്ത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം സ്പെഷ്യൽ ആണ്, റെയർ ആണ്, യുണീക്ക് ആണ്, നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഒക്ടോബർ മന്ത് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് ചില ആളുകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പേർപ്പസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തിരിച്ചറിയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, നിങ്ങളുടെ വലിയൊരു അസറ്റ് ആണ് അത്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില തിരിച്ചറിവുകൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഡിവൈൻ ആണ്, നിങ്ങൾ പവർ ആണ്, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്, ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഫെമിനൻ എനർജിയിൽ വരുന്ന സമയത്ത്, അതായത് ഗോഡസ്, ദേവിയുടെ പല പല രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതിൽ ദേവിക്ക് ഫെമിനൻ എനർജിക്ക് ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അതിന്റെ മാക്സിമം ട്രൈ ചെയ്ത് ക്ഷമിച്ച് സഹനം അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് ചില കാര്യങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പവറും ദേവിക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗോഡസിനുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു പവർ നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. ഓക്കെ, ചില കാര്യങ്ങൾ ഡിസ്ട്രോയ് ചെയ്ത് അതിന്ന് റീക്രിയേറ്റ് ചെയ്യാൻ, എല്ലാം ഇങ്ങനെ ചാരമാക്കി, കത്തി ചാരമാക്കി അതിന്ന് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പവർ കണക്ട് ചെയ്യുന്ന ഒരു സമയത്തിൽ കൂടിയാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ പോകുന്നത്. സോ നിങ്ങൾ ആണാണെന്നുണ്ടെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഫെമിനൻ നേച്ചറിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ അവിടെ നിങ്ങൾക്ക് വേറൊരാൾക്കും നിങ്ങളുടെ മേലെ കൺട്രോൾ ഉണ്ടാവുന്നില്ല, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും അവിടെ പ്ലേസ് ഉണ്ടാവുന്നില്ല നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഇമോഷൻസിൽ, നിങ്ങളുടെ മനസ്സിൽ വേറൊരു കാര്യത്തിനും പ്ലേസ് ഉണ്ടാവുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ പവർ എന്താന്നുള്ളത് അത്ര സ്ട്രോങ് ആയിട്ട് റിയലൈസ്
ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വേണ്ടത്, എനിക്ക് ഇങ്ങനത്തെ കാര്യമാണ് എന്റെ ലൈഫിൽ വേണ്ടത് എന്നുള്ളത്. ഫൈനലി നിങ്ങൾ നിങ്ങളുടെ പവർ മനസ്സിലാക്കി നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് ഒരുപാട് അവേക്കൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ മെച്ചോർഡ് ആവുന്നുണ്ട്. സോ പ്രായത്തിനേക്കാൾ കൂടുതൽ മേ ബി നിങ്ങൾ മിഡ് 30 ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 30ലേക്ക് വന്നിട്ടുള്ള ആളുകളായിരിക്കാം ഏജ് വൈസ് നോക്കുന്ന സമയത്ത്. നിങ്ങൾ ആ ഒരു പക്വത നിങ്ങൾ കാണിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിനോ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ചില മെച്ചോർഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു സ്ട്രഗ്ലിംഗ് പാർട്ടിൽ നിന്ന് നിങ്ങൾ ഫൈനലി റിയലൈസ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്. വളരെ ക്ലെവർ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സ്മാർട്ട് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്പിരിച്വലി, മെന്റലി, ഫിസിക്കലി ഉള്ള ചേഞ്ചസ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനൊക്കെ കൂടുതൽ കൺസിഡറേഷൻ നിങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു ടൈമാണ്. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിൾ ആവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങളുടെ ശരീരം വളരെ ഫ്ലെക്സിബിൾ ആവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു പവർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലും ചേഞ്ച് ചെയ്യാനുള്ള ഒരു പവർ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ പവർ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കാലിറ്റി ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഉറങ്ങിക്കിടന്നിട്ടുള്ള പല കഴിവുകളും പല പവറുകളും നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ചില ആളുകൾ വളരെ ഫെയിം അട്രാക്ട് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് നിങ്ങൾ പോപ്പുലർ ആവുന്നുണ്ട്, ഫെയിം കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ടായിരിക്കാം. ഓർ നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഇത് ഒക്ടോബർ മന്ത് നിങ്ങളുടെ മന്ത് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റൻഷൻ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈവൻ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഗ്രാജുവലി അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക ഗ്രൂപ്പ് നമ്പർ 1. കാരണം നിങ്ങൾ നിങ്ങളുടെ ചില റിയാലിറ്റി, നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇന്റൻഷനലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വിഷ്വലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അത് ഇല്ല എന്നുണ്ടെങ്കിലും, കാരണം നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പാർട്ടും നിങ്ങളുടെ ഒരു ഫാന്റസൈസ് ചെയ്യുന്ന ഒരു പാർട്ടും നിങ്ങളുടെ ഇമാജിനേഷൻ ഒക്കെ വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും വൈസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൈമിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പവർ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചില എനർജീസ്, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ ചെയ്യണം എന്ന് തോന്നുന്നത്, ചില ആക്ഷൻ എടുക്കുന്നതായിരിക്കാം ചില ആളുകൾ, അത് നിങ്ങൾ സഡൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, ചില ആളുകൾ പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതും ലൈക്ക് പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കാം, പെട്ടെന്ന് നിങ്ങൾ വന്നു പോകുന്ന ചില സിറ്റുവേഷൻ ആയിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു അസെറ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. മേ ബി ചില ആളുകൾക്ക് നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം, ചില ഡൗട്ട്സ് മേ ബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബട്ട് ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ്. കാരണം ഒക്ടോബർ മന്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒക്ടോബർ മന്ത് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആക്ഷനിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ റിയാലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വളരെ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, സോ ഓരോ വാക്കുകളും, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകള്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങള്, നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങള്, നിങ്ങളുടെ വിശ്വാസങ്ങള് ഒക്കെ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്
അതിനു വേണ്ടി. ഓക്കെ, സ്പെഷ്യലി ലൈക്ക് പ്രഗ്നൻസി ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിനും അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. സോ എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കായികപരമായിട്ടൊക്കെ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാലന്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പോപ്പുലർ ആവാൻ സാധിക്കുന്നുണ്ട്, വളരെ ഫെയിം അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് ഒരുപാട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ്ലെസ് ആക്കി വെക്കുന്ന ചില കാര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ കഴിയുന്നത് നിങ്ങൾക്ക് ഈവൻ ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന്റെ പിറകെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളത് രാത്രിയെന്നോ പകലെന്നോ നിങ്ങൾ ചിന്തിക്കാനുള്ള ഒരു സാധ്യത കുറവായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ എൻഗേജ്ഡ് ആവുന്നുണ്ട്. സോ അത് മേ ബി ലൈക്ക് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ തന്നെ ചില ഫംഗ്ഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റിലൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. Tip number 1, your October month. What major blessings are coming for you? So trust it. Number 1, October month നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഉയരത്തിലെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചെറിയൊരു കാര്യമാണ് ആഗ്രഹിച്ചെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടായിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യമാണ് ചോദിച്ചെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ കാര്യമായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന സമയത്ത് ട്വിൻസ് ഇൻവോൾവ് ആവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് ട്വിൻസ്, ബേബീസ്, ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ചില ആളുകൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ചില ടാലന്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് വരിക. നിങ്ങളുടെ കഴിവിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില ബെനിഫിറ്റ്സ് കൂടെ അതിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഫെയിം ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോസ്പെരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്ടോബർ മന്ത്. അത് ഫൈനാൻഷ്യലി, ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്തും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒക്ടോബർ മന്ത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് വളരെ വൈസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു മന്ത് ആണ് ഗ്രൂപ്പ് നമ്പർ 1. കാരണം ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കുക, അത് ആക്ഷനിൽ കൊണ്ടുവരിക, അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലോങ് ടേം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒക്ടോബർ മന്ത് അതിന്റെ ഒരു പ്രോസസ്സിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചിലത് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിച്ചിട്ട് പിന്നീട് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അതിനെപ്പറ്റി നിങ്ങൾ തന്നെ വിട്ടുപോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കാം ചില സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടായിരിക്കാം. ബട്ട് ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഒരു ടൈമിൽ അത്ര ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്ടോബർ മന്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സിൽ വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ അത് അട്രാക്ട് ചെയ്യുന്നതും ആയിരിക്കാം. ഓക്കെ, സോ സ്പെഷ്യലി ഫാമിലി, വീടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി, സ്ഥലം, വീട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ തരുന്നുണ്ട്. ഓക്കെ, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും, പല കോൺഫ്ലിക്ട്സും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് ആളുകളുമായിട്ടുള്ള ചില കോൺഫ്ലിക്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് തോന്നുന്നത് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങൾ വലിയൊരു എഫേർട്ട് കൊടുക്കാതെ തന്നെ പല കാര്യങ്ങളും റൈറ്റ് പ്ലേസിൽ സംഭവിക്കുന്നുണ്ട്. സോ ചില ആളുകൾ ആളുകളുടെ മേലെ വലിയ രീതിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, ഒരുപാട് താഴ്ന്നു നിന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കാതെ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്ലീസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ കൊണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മന്ത് നിങ്ങൾക്കത് നിങ്ങളുടെ പവർ യൂസ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ആ ഒരു ഹാബിറ്റ്, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് അതുപോലെ കത്തിച്ചു കളയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു ചേഞ്ച് പേടിയാവുന്നുണ്ട്, നിങ്ങളുടെ സൈലൻസ് പേടിയാവുന്നുണ്ട്, കാരണം നിങ്ങളുടെ ഒരു എനർജി ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ചേഞ്ചസ് ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 1. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് തന്നെ പറയണം ഒക്ടോബർ മന്ത്. കാരണം ചില ആളുകള്
നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ വൈസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ വാഹനങ്ങളോ ഓർ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം, ഓർ വീട് വാങ്ങിക്കുന്നതായിരിക്കാം ചില ആളുകൾ. ട്രസ്റ്റ് മീ, നിങ്ങൾ അൺഎക്സ്പെക്ടഡ്ലി, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്നു ചേരുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാനേ ഉണ്ടാവില്ല, ബട്ട് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോട്ട്സ് വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ അലൈൻഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, അവർ ചില ആളുകൾ നിങ്ങൾ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അത് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ തന്നെ ഒരു നല്ലൊരു കൗൺസിലർ ആവുന്നുണ്ട്, നിങ്ങൾ വൈസ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, സോ കാരണം നിങ്ങളെ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പോലെ വേറൊരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, മാത്രം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്, ഡിസിഷൻ എടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ നല്ലൊരു തുടക്കമാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒക്ടോബർ മന്ത്. അത് നിങ്ങൾ വൈസായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാം, നിങ്ങളുടെ പവർ എന്താണെന്ന് തിരിച്ചറിയാം. അത് നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷനും കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ വിട്ട് കളഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത്, നിങ്ങളുടെ പവർ എന്താണെന്നുള്ളത്. ഓക്കെ, അതുപോലത്തെ ചേഞ്ചസ് ആണ്. അത് നിങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവുന്നില്ല. ചില സിറ്റുവേഷൻസ് അതുപോലെ ഹാർഷ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റൂഡായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഇമോഷണലി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതുപോലും കെയർ ചെയ്യാതെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ റൂഡ് ആവുന്ന എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ പവർ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഒരു യൂണിക്നെസ് എന്താന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ സ്പിരിച്വലി നിങ്ങൾ എത്രമാത്രം ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുന്നതായിരിക്കാം, മെസ്സേജ് അയക്കുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ ഒരു ലവ് ലെറ്റർ പോലത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ. ഓക്കെ, ലവ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മെസ്സേജസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ദൂര സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കാം ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ്. ഓക്കെ, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിരിക്കാം, ദൂര സ്ഥലത്ത് നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് അയക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, ഒരു ബുക്സ് ആയിരിക്കാം. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ബുക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരു ജേർണൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഓർ ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്ലാന്റ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് വളരെ റെയർ ആയിട്ട് ചില ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മേ ബി ദാറ്റ് ഇസ് ഫ്രം ദ ഡിവൈൻ. ഒരു വീട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ സമയം നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം, ബട്ട് വാട്ട് ഇഫ് അത് ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഒക്ടോബർ മന്ത്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്, വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ ഡൈവ് ചെയ്യാൻ പോവാണ്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു മന്താണ്. ഒരു ദിവസം പോലും നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു മന്താണ് ഒക്ടോബർ മന്ത്. വൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മന്താണ്. ഓക്കെ, ഒന്നിനും വേണ്ടിയിട്ടും ഒരു കാര്യത്തിനും വേണ്ടിയിട്ടും ആലോചിച്ചൊരു സെക്കൻഡ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അത് റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, യുവർ ഒക്ടോബർ മന്ത് റീഡിംഗ്. എന്തൊക്കെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ യൂണിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 2, ഒക്ടോബർ മന്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആക്ഷൻ, അത് നിങ്ങൾക്ക് എത്രമാത്രം നല്ലതാണ്, അതൊക്കെ ഏറ്റവും വൈസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു, എന്ത് നിങ്ങൾ ചെയ്യുന്നു, ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അതൊക്കെ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാനും അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അട്രാക്ട് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, സോ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഇമോഷൻസിനൊക്കെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു ടൈമാണ്. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ
എയിം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കാരണം ഒക്ടോബർ മന്ത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണോ, നിങ്ങൾക്ക് എന്ത് എയിം ആണോ ഉള്ളത്, ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ചില ആളുകൾക്ക് ഒക്ടോബർ മന്ത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വളരെ ലക്ഷ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം ചില കാര്യങ്ങൾ. ഓക്കെ, സോ എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു കാര്യത്തിൽ നിന്ന് ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേജർ ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, മേജർ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചോളണമെന്നില്ല, അല്ലെ? സോ നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടാവും, നമുക്ക് ചില ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, സോ നമ്മളുടെ ഫോക്കസ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും എയിം, നിങ്ങളുടെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്രമാത്രം വലുതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ സംഭവിച്ചാലും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈവൻ ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നാലും, റിജക്ഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇമോഷൻസ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ് ഒക്ടോബർ മന്ത്. ഇമോഷണലി ബാലൻസ് ചെയ്യുക, പെട്ടെന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. ഓക്കെ, പെട്ടെന്ന് കാര്യങ്ങൾ പേഴ്സണലി എടുക്കാതിരിക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് വെക്കുന്ന സമയത്തും നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കണം. കാരണം നിങ്ങൾ പുതിയ കാഴ്ചകൾ കാണാൻ പോവാണ്. ഒക്ടോബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ലൈഫിന്റെ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് നിങ്ങൾ വരാൻ പോവാണ്. ലൈഫ് സ്റ്റൈലിലൊക്കെ കുറച്ചുകൂടെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. സോ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് പേഴ്സണലി എടുക്കുക. കാരണം നിങ്ങൾ പുതിയ എക്സ്പീരിയൻസിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ, ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളത്. അത് പ്രോബബ്ലി നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരിക. ഓരോ സ്റ്റെപ്പും വെക്കുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരിക. ഓക്കെ, സോ ചില സമയത്ത് നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യുക, ഫെയിലിയേഴ്സ് എക്സ്പെക്ട് ചെയ്യുക, അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും ശ്രമിക്കുക അതിന്. ഓക്കെ, കാരണം ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ചില ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ഇതൊക്കെ ഓവർകം, എന്ത് ചലഞ്ചസ് ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പറന്നുയരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല രീതിയിലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഓക്കെ, സോ ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഷേപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾ വളരെ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഫിസിക്കാലിറ്റി ചേഞ്ച് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ചില ആളുകളൊക്കെ. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്. ഒരു 14-16 വയസ്സുള്ള ഒരു കുട്ടീനെ പോലെ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് നോക്കണം, എല്ലാം അഡ്വഞ്ചർ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ ആ ഒരു എനർജി നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യാൻ. ആൻഡ് ആ ഒരു ഏജിൽ നമുക്കറിയാം നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു ഏജ് കൂടിയാണ്, അല്ലെ? 16 വയസ്സ് എന്നൊക്കെ പറയുന്നത്. അവിടെ തെറ്റും ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് പാത്ത് അല്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കണം. പക്ഷെ അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യമില്ല. തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യാം. നോക്കി അത് മാറ്റിവെക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന്. കാരണം നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒക്ടോബർ മന്തിൽ ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഒരു ധൈര്യം ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ള ഒരു വലിയൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾ
നിങ്ങളുടെ ബോഡിയും അതുപോലെ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ വളരെ സ്പോർട്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് വെള്ളം പേടിയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ നിങ്ങൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വിമ്മിങ് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേടി എങ്ങനെയോ മാറുന്നതായിരിക്കാം. ഓക്കെ, വെള്ളത്തിനോടുള്ള പേടി, ഹൈറ്റിനോടുള്ള പേടി, ചില ആളുകൾക്ക് തീയിനോടുള്ള പേടി, ചൂടിനോടുള്ള പേടിയൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ സാധ്യത ഒക്ടോബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പുതിയ പുതിയ പ്ലേസിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു ഏരിയാസിലൂടെയൊക്കെ നിങ്ങൾ പോകാനുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, പോകാനുള്ള ഒരു സാധ്യത, പോകുന്ന ഒരു സമയം കൂടിയാണ് ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത്. സോ അവിടെ ഒരു നിങ്ങൾ വാച്ച്ഡ് ആണ്, നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇമോഷണലി ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യില്ല. ഓക്കെ, സോ ഒരാളുടെ അടുത്തും നിങ്ങൾക്ക് അത്ര വലിയൊരു ഇമോഷണൽ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടുതലുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. നിങ്ങൾ വളരെ സെൽഫിഷ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കാരണം നിങ്ങൾക്ക് ഇമോഷൻസ് കണക്ട് ആവില്ല ഒക്ടോബർ മന്ത്. ഈവൻ നിങ്ങൾ അത് എത്ര ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്വാർത്ഥരാകുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, നല്ലതാണ് ചില സമയത്ത് നമ്മൾ സ്വാർത്ഥമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, സോ അത് ഹെൽത്തി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാണ്, നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാണ്, നിങ്ങൾ ഗ്രീഡി ആവുന്നുണ്ട്. ഓക്കെ, നീഡി ആവുന്നുണ്ട്, ഗ്രീഡി ആവുന്നുണ്ട്, നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ നിങ്ങൾ ഷെയർ ചെയ്യാൻ, ചില കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനും തയ്യാറാവുന്നില്ല. ഓക്കെ, സോ ചില സമയത്ത് ദാറ്റ്സ് ഫൈൻ. ഓക്കെ, സോ നിങ്ങൾക്കത് ഹെൽത്തി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾ മാത്രം. ഓക്കെ, സോ നിങ്ങളിലേക്ക് മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ചില ആളുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറിലേക്കൊക്കെ വരുന്നുണ്ട്. സോ ഡിഫറെന്റ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ വളരെ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ട്രാവലർ ആവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങളുടെ കയ്യിൽ അത്ര ഫൈനാൻഷ്യലി സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങളുടെ സാഹചര്യം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ഒരുപാട്. വേറെ വേറെ പ്ലേസില്, വേറെ സ്റ്റേറ്റിലായിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി സണ്ണി ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. പുതിയ കൾച്ചർ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ യാത്ര ചെയ്ത ഒരുപാട് ലൈഫ് നിങ്ങൾ കാണാനുള്ള ഒരു സാധ്യത ഒക്ടോബർ മന്ത് ഉണ്ടാവുന്നുണ്ട്. ഇത് കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ പല ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ പല ലൈഫ് സ്റ്റൈല് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകള് വളരെ സാധാരണമായിട്ടുള്ള ഒരു ആളുകളുടെ ലൈഫ് സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിൽ ജീവിക്കുന്ന ആളുകളുടെ ലൈഫ് നിങ്ങൾ കാണുന്നുണ്ട്. അത് മേ ബി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾ കാണുന്നതും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമൊക്കെ. ഓൾറൈറ്റ്, നിങ്ങളുടെ ഡ്രസ്സിങ്ങിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു യുണീക്നെസ്, നിങ്ങളുടെ വസ്ത്രധാരണയിലൊക്കെ ഒരുപാട് യുണീക്നെസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Alright, group number 2, your October month. Group number 2. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബോഡി ആർട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലുമൊക്കെ മേജർ ഇവന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡാൻസോ എന്തെങ്കിലും പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന ചില ഡാൻസോ കാര്യങ്ങളോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ, ഇപ്പൊ ഡാൻസിന് മാത്രം എന്നുള്ളതല്ല, ഡിഫറെന്റ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളോട് താല്പര്യം, അതിൽ റിസർച്ച് ചെയ്യുന്നതായിരിക്കാം, അങ്ങോട്ട് യാത്ര ചെയ്യുന്നതായിരിക്കാം, മേ ബി നിങ്ങൾ ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് അതുപോലെ യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ചില പ്ലേസിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില സുഹൃത്തുക്കള് അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ചില ആളുകള് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് സംഭവിക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾ ചില ആളുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ആരെങ്കിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, കോൾ അയക്കുക, അതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നതായിരിക്കാം, വരയ്ക്കാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തൊക്കെയോ ഡിഫറെന്റ് ലെവലിലേക്ക് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓർ നിങ്ങളുടെ ശരീരത്തിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആർട്ട്, ബോഡി ആർട്ട്, ടാറ്റു പോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആളുകളുടെ സംസാരം വളരെ ഡിസ്ട്രാക്റ്റഡ് ആവാൻ പോകുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ നിങ്ങൾ
സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഒതുക്കി വെക്കുന്നുണ്ട് നിങ്ങളെ തന്നെ. ഓക്കെ, സോ പലതും നിങ്ങൾ ഒരു സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ വിട്ട് വീണ്ടും വന്ന് സംസാരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് എന്റർടൈൻ ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്കത് കേൾക്കണ്ട. നിങ്ങൾ ഒരു സമയത്ത് വലിയ രീതിയിൽ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു രീതിയിലും എന്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല, ഒരു രീതിയിലും ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ഇമോഷൻസിലും ഇതുപോലത്തെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് സീ എന്തൊക്കെ കാര്യങ്ങളാണ് ഒക്ടോബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, നല്ല വൈസായിട്ട് ചില തീരുമാനം എടുക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആത്മാഭിമാനം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സെൽഫാണ്, നിങ്ങൾ സെൽഫിഷ് ആവുകയാണ്, സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അത് നിങ്ങൾക്കൊരു നല്ലതാണ്, അതായത് നിങ്ങൾക്ക് ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒരുപാട് ചേഞ്ചസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സെൽഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, ദ വേ യു ട്രീറ്റ് യുവർ സെൽഫ്, ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ലൈഫിനെ പറ്റി, നിങ്ങളുടെ മേലൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തും ചെയ്യാം, എന്തിലേക്കും ഇറങ്ങി വരാന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ അത്ര ധൈര്യത്തോടു കൂടിയിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഒക്ടോബർ മന്ത് ആയിരിക്കും. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ചിലത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്നല്ല എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങൾ അത്ര ഒരു വെയിറ്റ് ചെയ്ത കാര്യമൊക്കെ, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾക്കത് ഒരു ഇൻട്രസ്റ്റും തോന്നാനുള്ളൊരു സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, യുവർ ഒക്ടോബർ മന്ത്. സോ നിങ്ങൾ ഫൈനാൻഷ്യലി ഉള്ള കാര്യത്തിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങളുടെ കഴിവിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പാർട്ടിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്ര കാലമായിട്ട് എനിക്ക് ക്യാഷ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടല്ലോ, അതിൽ ഫോക്കസ്, അതിൽ ഏറ്റവും നിങ്ങളുടെ ലാക്നെസ്സോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ കൂടുതലോ ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പോയി എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത്ര കാലം അത് എടുത്തു എന്നുള്ളതിലല്ല. നിങ്ങൾ ഒക്ടോബർ മന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യലി നിങ്ങൾ ബോധർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി യാത്ര നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്ര കാലമായിട്ട് ചിലത് സംഭവിച്ചാലേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഫൈനാൻഷ്യലി നിങ്ങൾ വലിയ ഫോക്കസ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങള് ക്യാഷിന്റെ പേരിൽ നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകളൊക്കെ നിങ്ങൾ ഒരു ഏജിന് ശേഷമായിരിക്കും നിങ്ങൾ യാത്രയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരിക്കുക. സോ ചില ആളുകൾ ഡിഫറെന്റ് രാജ്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഡിഫറെന്റ് കൾച്ചർ നിങ്ങൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, സോ വീട് വിട്ടു പോവാതെ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, സോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മിഡ് ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ഉന്നതിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ഇത്ര കാലമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ധൈര്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒക്ടോബർ മന്ത്. നമ്പർ 2, എന്താണ് ഒക്ടോബർ മാസത്തെ പറ്റി നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? ലെറ്റ്സ് ടേക്ക് വൺ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 2, യുവർ ഒക്ടോബർ മന്ത്. ദി വേൾഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ നിങ്ങളുടെ ലോകമാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഇറ്റ്സ് എ മാജിക്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്താന്നുള്ളത്, ഒരു പ്ലഷർ എന്താന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്
അത് ഡിഫറെന്റ് ഫീലിംഗ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ വേറെ ഒന്നിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നിലല്ല ഹാപ്പിനെസ് കാണുന്നത്. നിങ്ങളുടെ മേലെ തന്നെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇതുവരെ എന്തൊക്കെയാണോ നിങ്ങളെ ലിമിറ്റ് ചെയ്ത് വെച്ചത്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കൂടുതൽ ആളുകൾ, നിങ്ങളുടെ ഇമോഷൻ സിറ്റുവേഷൻ, ഓർ നിങ്ങളുടെ തന്നെ ബിലീഫ്, ഓർ ഫൈനാൻഷ്യലി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ഓർ എന്താ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. ചില ആളുകൾ എന്താണോ നിങ്ങളെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, എന്താണോ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ചിന്തിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്, അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ്, എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആളുകളെ കൂടുതൽ എന്റർടൈൻ ചെയ്യാൻ തോന്നാത്തത്. ഓക്കെ, ആളുകൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. ഒരു സമയത്ത് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്ക് അതല്ല നിങ്ങളുടെ സന്തോഷം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മേജർ സക്സസ് നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സ്കോളർഷിപ്പ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ പഠിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് അതുകൊണ്ടാണ് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സിറ്റുവേഷനും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. പുതിയ പ്രൊമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ജോബിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. പുതിയ കാര്യത്തെ നിങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലെ ചില കാര്യത്തിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം. ഒരു അക്കാഡമിക്കലി വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം. സോ ഇതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 in the month of October. So hope you like this reading. Let's move to group number 3 now. Hey, group number 3, നിങ്ങളുടെ ഒക്ടോബർ മന്ത് എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്താണ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത്. സോ എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ഒക്ടോബർ മന്തിൽ നിങ്ങൾ പോവാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സോൾ കുറച്ചുകൂടെ ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കാൻ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങൾക്കും ഈവൻ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു റിലാക്സ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, ഉറങ്ങേണ്ട സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ സോളിന്റെ ഒരു നൈറ്റ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ കൂടുതൽ നിങ്ങൾക്ക് റെസ്റ്റ് വേണം, എവിടെയും കണക്റ്റഡ് അല്ലാത്തൊരു ഫീലിംഗ്സിലൂടെ പോകാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഒരു ശൂന്യത, മൊത്തത്തിലൊരു എംപ്റ്റിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു വോയിഡ് ഫീലിംഗ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒക്ടോബർ മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഒന്നിനോട് നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് തോന്നാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഒക്ടോബർ മന്ത് ഒന്നും ചെയ്യാതെ പോവാന്നുള്ളതല്ല. നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണം. നിങ്ങൾക്ക് റെസ്റ്റ് വേണം. കാരണം നിങ്ങൾ ഒരുപാട് കാര്യത്തിന്റെ പിറകെ പോകുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ ഒരുപാട് എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഫൈനലി ഇറ്റ്സ് ലൈക്ക് ഡിവൈൻ നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരിക്കണം. അവിടെ വേറൊരാളും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കുന്ന കാര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരുപാട് പാനിക് ആവുന്നുണ്ടായിരിക്കണം, ഒരുപാട് റഷ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരുപാട് ധൃതി കാണിക്കുന്നുണ്ടായിരിക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യത്തിന്റെ പിറകെ, നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന്റെ പിറകെ, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിന്റെ പിറകെ നിങ്ങൾ ഒരുപാട് ഓടി തളർന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫൈനലി ഡിവൈൻ ആയിട്ട് നിങ്ങൾ ഒരു പ്ലേസിൽ വേറെ ഒന്നും ഇല്ലാതെ, നിങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു പ്ലേസിൽ നിങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മനസ്സ്, ശരീരം, ഇമോഷൻസ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഡെഫിനറ്റ്ലി അവേക്കൻ ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഉറങ്ങുകയാണ്. ഒക്ടോബർ മന്ത് നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈമാണ്. കാരണം അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്ക്, പുതിയ വേൾഡിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയൊരു പേജിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിഷമോ വേദനയോ ഒന്നിന്റെ ആവശ്യമില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ റെസ്റ്റ് എടുക്കാം, ചിന്തിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, സോ ഒരുപാട് വലിയൊരു ആക്ടിവിറ്റി ഇല്ലാത്ത ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ വരുന്നത് നല്ലതാണ്. കാരണം ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, ഓക്കെ, നിങ്ങളിലേക്ക് ഹൈലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഇതുപോലത്തെ ഒരു എല്ലാത്തിനും നിങ്ങൾ വിട്ടുമാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, എല്ലാ ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ വിട്ടുപോവുക, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം, വിട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എങ്ങനെയെങ്കിലും നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ഒന്ന് ഓടി പോയാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് നിങ്ങൾ തന്നെ മാറി നിന്നിട്ടുണ്ടായിരിക്കണം. എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിപ്പിക്കാനും പ്രേരിപ്പിച്ചിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എവിടെന്നെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, വേണ്ടെന്ന് വെച്ച് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതും ഒരു നല്ല കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ ലൈറ്റിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും കാണുന്നുണ്ടാവില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല, ഇരുട്ടത്ത് തപ്പി നടക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അവിടുന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ റൈറ്റ് പാത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത്, എസ്പെഷ്യലി നിങ്ങൾക്ക് ആരുമില്ല, വലിയൊരു ലോൺലിനെസ്, ഒറ്റപ്പെടല് അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് മോഡിലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പോകേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അല്ല. ഓക്കെ, അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം, നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് വളരെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർ, ആരാണ് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത്, അവരായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾക്ക് എത്ര സന്തോഷമായിട്ടുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ലോൺലിനെസ്, എല്ലാത്തിനൊന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ ആളുകളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിലും സ്റ്റിൽ നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് അതല്ല വേണ്ടത്, അല്ലെങ്കിൽ അതിനൊന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാനും സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങളുടെ കൂടുതൽ ആളുകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതല്ല. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, അത് നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. What you can expect in the month of October, group number 3. എന്താണ് ഒക്ടോബർ മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി വരുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ട് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഒക്ടോബർ മന്തിൽ ഓൾ ഓഫ് സഡൻ സംഭവിക്കുക എന്നുള്ളതല്ല, ഒക്ടോബർ മന്ത് ആയിരിക്കും അതിന്റെ ഒരു ഇന്റൻസ് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓൾറെഡി നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അതായത് ഒരു എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതുവരെ എല്ലാം ഓക്കെ ആയി പോയിട്ടുള്ള കാര്യങ്ങൾ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് മെയിൻ ആയിട്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സൈക്കിക്കലി കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ഡിവൈൻലി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഈവൻ എത്ര നല്ല രീതിയിൽ പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ ഫാമിലി എന്താണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്തൊന്നും ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു സമയം എത്തിച്ചെല്ലേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങളുടെ ഒരു ജേർണിയാണ്. ഓക്കെ, നിങ്ങൾ ലൈഫ് എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ്, എസ്പെഷ്യലി ഒക്ടോബർ മന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള എന്ത് കാര്യമാണ് ഒക്ടോബർ മന്ത് സംഭവിക്കുന്നത്, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോവേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ഫാമിലി ഒക്കെ വിട്ടുമാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ലോൺലിനെസ് തോന്നുന്നത്, ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വേറെ പ്ലേസിൽ പോയി സെറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ അതുപോലെ വരേണ്ട ആളുകളായിരിക്കാം. നിങ്ങളുടെ ഒരു നാടൊക്കെ വിട്ടിട്ട് വേറെ പ്ലേസിൽ പോയി സെറ്റിൽ ചെയ്യാം, വേറെ കൾച്ചറൊക്കെ വേറെ കൾച്ചറൊക്കെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാം, വേറെ കൾച്ചറിലേക്ക് വരിക. അത് ഈവൻ ലൈക്ക് റിലേഷൻഷിപ്പ് പോലെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, വേറെ കൾച്ചർ, വേറെ റിലീജിയൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നതായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു ജേർണിയാണ്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ജേർണി ആയിരിക്കാം. ഓക്കെ, സോ എന്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു റീസൺ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, ആൻഡ് അവിടെ നിങ്ങൾ സേഫ് ആണെന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു. What major changes are happening in destiny? So
സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്, ചില പ്ലേസിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ട കാര്യമാണ്. ബട്ട് എല്ലാം സംഭവിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഡിവൈൻ ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ജേർണിയിൽ എസ്പെഷ്യലി ഒക്ടോബർ മന്ത് നിങ്ങൾ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്പിരിച്വലി അവേക്കൻ ആയിട്ടുള്ള എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രൂപ്പ് നമ്പർ 3 യോർ ഒക്ടോബർ മന്ത്. ഗ്രൂപ്പ് നമ്പർ 3 തേർഡ് ഐ ചക്ര അവയർനെസ്. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങളുടെ സെൽഫ് എന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുകയാണ്. നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ തിരിച്ചറിയാൻ, നിങ്ങളെ പറ്റിയിട്ട് മാത്രം എന്നുള്ളതല്ല, ചില കാര്യങ്ങളുണ്ട് ഡിവൈൻലി സംഭവിക്കുന്ന ചില കാര്യങ്ങളല്ലേ. സോ ഡിവൈൻ എന്താന്നുള്ളത്, യൂണിവേഴ്സ് എന്താന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഓർ സെൽഫ്, സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ ജേർണി. സോ ഇതൊക്കെ ഡീപ്പായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവ് തരുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ടൊന്ന് മാത്രം എന്നുള്ളതല്ല, ചില സബ്ജക്റ്റിനെ പറ്റി വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ലൈഫ് തരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയത്ത്, അത് നിങ്ങളുടെ പേർപ്പസ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാനുള്ളതും നിങ്ങളുടെ പേർപ്പസ് കണക്ട് ചെയ്യാനുമായിട്ടുള്ള ചില കാര്യത്തിലേക്കായിരിക്കും അത് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ എന്താണോ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ട് ഇവൻ തോന്നുന്നതെങ്കിൽ പോലും അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേർപ്പസിലേക്ക് കണക്ട് ചെയ്യാൻ. കാരണം നിങ്ങൾ കൂടുതൽ സൈക്കിക് ആയിട്ടുള്ള ആളുകളായിട്ടാണ് കാണുന്നത്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്റൻഷൻ, സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ ഒരുപാട് അവേക്കൻ ആക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്, സെൽഫ് ആയിട്ട് തന്നെ ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളുടെ ഒരു ഹെൽപ്പ് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സോളിറ്റ്യൂഡ് മോഡിൽ നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓർ മേ ബി ലൈക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം. ആ ഒരു പ്ലേസിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷൻ, ആളുകളുടെ അടുത്തുനിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിലേക്ക് സിങ്ക് ആക്കാൻ സാധിക്കുക. അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ പവർ എന്താണെന്നുള്ളത് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത്, വിട്ടു നിൽക്കുന്ന സമയത്ത്, അത് നിങ്ങൾ ഓൾറെഡി ഈവൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ റീചാർജ് ചെയ്യാനെന്നുള്ളത് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായിരിക്കാം. എക്സാക്ട്ലി അതേ പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ലോൺലിനെസ്, ഈ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ എടുക്കേണ്ടത് ആ ഒരു രീതിയിലാണ്. ഓക്കെ, ഈ ഒരു സ്ലീപ്പിംഗ് മോഡ് നിങ്ങൾ എടുക്കേണ്ടത് ആ ഒരു രീതിയിലാണ്. കാരണം നിങ്ങളെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പല സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുള്ള എനർജീസ് ഒക്കെ നിങ്ങൾ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു അടിത്തറ ഉണ്ടാക്കുകയാണ്, ഒരു ബേസ് ഉണ്ടാക്കുകയാണ്, ഒരു സ്ട്രെങ്ത്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ പോകുന്നത്. ആൻഡ് പ്ലസ് അവിടെ വളരെ യൂണീക്ക് ആയിട്ടുള്ള, വളരെ മിറാക്കുലസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, കാഴ്ചകൾ നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാഴ്ചകൾ ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള പല തിരിച്ചറിവുകളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് ലൈക്ക് മാജിക്കൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ സൈക്കിക് ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അനുഭവങ്ങള് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരാളുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓ, എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് ഒരാൾക്കും കണക്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിലൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ചില നോളേജ്, ഓക്കെ, അത് വളരെ വൈസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ അത് ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വരുന്ന സമയത്ത്, ഈ ഒരു സോളിറ്റ്യൂഡ് സിറ്റുവേഷനിൽ, ഈ ഒറ്റപ്പെട്ട് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ്. ഓക്കെ, കാരണം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന്റെയും പാർട്ട്ണറെയൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ ഒരു സോളിറ്റ്യൂഡ് മോഡിലേക്ക് വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ അതുപോലെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളെ ഫിസിക്കലി കെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 3 അതായിരിക്കും നിങ്ങൾക്ക് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കുക. ഈവൻ എന്ത് റീസൺ കൊണ്ടാണോ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നത്, നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അതൊക്കെ നല്ല രീതിയിലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് അല്ലെങ്കിൽ
ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് ഒക്കെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. ഒക്ടോബർ മന്ത് അങ്ങനെ സംഭവിക്കുന്നുള്ളതല്ല. നിങ്ങൾ അതുപോലത്തെ എന്തെങ്കിലും സ്ട്രഗിൾ കൂടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മന്ത് ഓൾ ഓഫ് സഡൻ ഇതൊക്കെ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഫൈനാൻഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതോ ജോബിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കൺഫർമേഷൻ ഉണ്ടാവുന്നതായിരിക്കാം. ഒക്ടോബർ മന്തിൽ നിങ്ങൾ ജോബിന് വരിക എന്നുള്ളതല്ല, ബട്ട് വെരി സൂൺ അതിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് ടൈം എടുക്കാതെ തന്നെ. ഓക്കെ, കാരണം ഈ ഒരു സോളിറ്റ്യൂഡ് മോഡ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഇതുവരെ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. വളരെ എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് പ്രഷറിൽ കൂടിയാണ്, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, ഈവൻ നിങ്ങളൊരു സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നതെങ്കിലും മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്നതെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരുന്ന് എന്ത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആ ഒരു സോളിറ്റ്യൂഡ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഒരു ശൂന്യത നിങ്ങൾക്ക് കണക്ട് ചെയ്യണം. കാരണം എന്നാലേ അവിടുന്ന് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, സോ ചില ആളുകളൊക്കെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ഐഡിയ ആണോ നിങ്ങൾക്ക് തോന്നുന്നത്, ഓർ ഇതുപോലത്തെ ഡിവൈൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ളതോ സൈക്കിക് ആയിട്ടുള്ളതോ എന്ത് കഴിവാണോ നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, അത് നിങ്ങൾ കണക്ട് ചെയ്യുക, ആളുകളായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു സർവീസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച്, നിങ്ങളുടെ ഒരു ലൈഫ് ഇന്റൻഷനിലേക്ക്, നിങ്ങളുടെ ലൈഫ് പേർപ്പസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും അത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ആളുകളെ പറ്റിയിട്ടുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനത്തെ ആളുകൾ നിങ്ങളെ ലൈഫിൽ എന്റർടൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ ആളുകൾക്ക് അവരുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ, അല്ലെങ്കിൽ അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ, അവരുടെ സ്വഭാവം, അവരെന്താണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അവർ പോലും അറിയാതെ നിങ്ങൾക്ക് അത് കാണേണ്ടി വരുന്നുണ്ട്. ഓക്കെ, സോ ഈവൻ അത് ഒരു വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് ആളുകളുടെ ഇന്റൻഷനും സിറ്റുവേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ആളുകളുടെ സ്വഭാവങ്ങളും സിറ്റുവേഷൻസും അവരുടെ ഇമോഷണൽ സിറ്റുവേഷനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് ഒരു എംപത്തറ്റിക് നേച്ചർ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് ചില ആളുകൾക്ക് അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് അത് ബെയർ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ കാരണം നിങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും ഒറ്റപ്പെടുത്തി നിൽക്കുന്നത്. ഓക്കെ, എല്ലാത്തിനും ഒന്ന് വിട്ട് മാറ്റി നിർത്തുന്നത്. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ഓക്കെ, നിങ്ങളെല്ലാം സെൻസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം എംപത്തറ്റിക് ആയിട്ട് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അത് എടുക്കുന്നതുകൊണ്ട് അത് മോശമായിട്ടുള്ള കാര്യം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അതൊരു ഓവറായിട്ട് നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാവാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം ചില പ്ലേസിൽ നിന്നൊക്കെ ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ആളുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഇന്റൻഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് പിന്നെ അവരെ നിങ്ങളുടെ ലൈഫിൽ എന്റർടൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിവൈൻലി നിങ്ങൾ കണക്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഡിവൈൻ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഇത് ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം ചില ആളുകൾക്ക്. കാരണം ഇത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ ഈ റീഡ് ചെയ്യുന്നതിൽ പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ഒരു സോളിറ്റ്യൂഡ് മോഡ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുക. ഓക്കെ, ഇറങ്ങി വരികയാണ്, പല പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങി വരികയാണ്. ഓക്കെ, മാറ്റപ്പെടുകയാണ്, ഒറ്റപ്പെടുത്തുന്നുണ്ട്, ലൈഫായിട്ട് തന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് മാത്രം കാണേണ്ട ചില കാഴ്ചകളുണ്ട്. അവിടെ വേറൊരാൾക്കും അത് വന്ന് കാണാൻ സാധിക്കില്ല, നിങ്ങൾക്ക് വേറൊരാൾക്കും കാണിച്ചു കൊടുക്കാനും സാധിക്കില്ല. സോ നിങ്ങളെ മാത്രം കൊണ്ടുപോകേണ്ട ചില പാത്തുകളുണ്ട്. സോ ആ പാത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാത്തിനും ഒന്ന് മാറ്റി നിർത്തണം. സോ അങ്ങനെ മാത്രമേ എടുക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സോളിറ്റ്യൂഡ്, നിങ്ങളുടെ ലോൺലിനെസ്, ഒരു ശൂന്യത ഒക്കെ നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നന്നായിട്ട് ഉറങ്ങാൻ, നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് വേണ്ട ഒരു ടൈമാണ്. നല്ല രീതിയിൽ ഉറങ്ങണം. കാരണം ഈ ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പുതിയ കാര്യത്തിലേക്ക് വരണം, പുതിയ ജേർണിയിലേക്ക് നിങ്ങൾ വരികയാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്